മതനിരപേക്ഷതയും സ്നേഹവും സാഹോദര്യവും ഒരുമിച്ച പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയ ഉപ്പാപ്പയുടെ നേർച്ചയ്ക്കുള്ള ചെറിയ കൊടിയേറ്റം പ്രൗഢഗംഭീരമായി നടന്നു. ചിനിമുട്ടുകാർ ഒരുക്കിയ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈന്ദവ കുടുംബമായ അമ്പാട്ട് തറവാട്ടുകാരാണ് ജാറത്തിനു മുന്നിലെ കൊടിമരത്തിൽ ചെറിയ കൊടിയേറ്റം നടത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജാറ മൈതാനിൽ വലിയ നേർച്ചയ്ക്ക് സമാനമായി ജനക്കൂട്ടമെത്തി. നാടിന്റെ പുണ്യമായ ഔലിയ യാഹും തങ്ങൾ ഉപ്പാപ്പയുടെ ജാറമുറ്റത്ത് ജനം ജാതി മതവുമെല്ലാം മറന്നാണ് ആഹ്ലാദം തുളുമ്പുന്ന മനസ്സോടെ ഒരുമിച്ചത്. വൈകിട്ട് 4:30 ചടങ്ങുകൾ ആരംഭിച്ചു. ഒഴിക്കുന്ന വെള്ളാമശ്ശേരി തെക്കേപ്പാട്ട് അഡ്വക്കേറ്റ് ശങ്കരൻ നമ്പീശന്റെ തറവാട്ടിൽ നിന്നാണ് കൊടിക്കാവശ്യമായ മുള എത്തിച്ചത്. അസർ നമസ്കാരത്തിന് ശേഷം മക്കബറയിൽ കൊടിയെത്തിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തി. തുടർന്ന് നേർച്ച കമ്മിറ്റി ഭാരവാഹികളും മറ്റും ചേർന്ന് കൊടി അമ്പാട്ട് തറവാട്ടുകാർക്ക് കൈമാറി. അമ്പാട്ട് വിജയന്റെ നേതൃത്വത്തിൽ തറവാട്ടിലെ അംഗങ്ങളായ അറുമുഖൻ, കുമാരൻ, രവി, സുനിൽ, രാജൻ, തിലകൻ, സുരേഷ്, ശ്രീകണ്ഠൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റി. കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അമ്പാട്ട് കുടുംബാംഗങ്ങൾ പറഞ്ഞു. വർഷങ്ങളായിട്ട് 172ാമത്തെ വർഷമാണ് ഈ കൊടി ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ ഈ തലമുറ 1994 മുതൽ ഈ തലമുറയാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളത്തെ എൻ്റെ മുൻപത്തെ തലമുറ ഈ നിൽക്കുന്നത്. ഇപ്പോഴത്തെ കാരണവർ അവരുടെ നേതൃത്വത്തിൽ ഈ വർഷവും കൂടി ഞങ്ങൾ കയറ്റി. സന്തോഷമുണ്ട്. നേർച്ച വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായും 10 ഗജവീരന്മാർ വലിയ കൊടിയേറ്റത്തിൽ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 5-ാം തീയതി കാലത്ത് 11 മണിക്ക് BP അങ്ങാടി മത്സ്യ മാർക്കറ്റിൽ നിന്നും 100 കണക്കിന് അരിച്ചാക്കുകളുമായി കഞ്ഞിക്കാരുടെ വരവ് പുറപ്പെടും. അതോടുകൂടി നേർച്ചയ്ക്ക് തുടക്കം കുറിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും DSP നേതൃത്വത്തിൽ കൊടി കെട്ടി അതുമായി പോന്ന് പൂഴിമന്ന് വരെ പോയി കേരളത്തിൽ കയറ്റുന്നത് നേരത്തേക്ക് തുടക്കം കുറിക്കും. തുടർന്ന് 3 ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 40-ൽ പരം പെട്ടികൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 ഗജവീരന്മാരും 10 ഗജവീരന്മാരും അകമ്പടിയോടും മറ്റു വാദ്യോപകരണങ്ങളും എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നേർച്ചയാണ് കുറി നടക്കാൻ പോകുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായാണ് നേർച്ച ആഘോഷപൂർവ്വം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ ഈ ചെറിയ കൊടിയേറ്റത്തിൽ തന്നെ ഒരു വലിയ നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതേ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഇന്നത്തെ ചെറിയ കൊടിയേറ്റം നടന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി മുതൽ ഒരാഴ്ചക്കാലം തിരൂര് നഗരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ BP അങ്ങാടി ഉൾപ്പെടെ ഗതാഗത തടസ്സം ഉൾപ്പെടെ സാധ്യതയുണ്ട്. ഇതൊക്കെ യാത്രക്കാർ ചില അസൗകര്യങ്ങൾ നേരിടുമെങ്കിലും നമ്മുടെ പ്രദേശത്തെ തിരൂരിനകത്തെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയായി ദീർഘകാലമായി നടന്നു വരുന്ന ഈ പുതിയങ്ങാടി നേർച്ച ഈ കാലഘട്ടത്തിലും നടക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. നേർച്ച കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ സിദ്ദീഖ്, കൺവീനർ KP ബാപ്പു, T ഷാജി, മനോജ് പാറശ്ശേരി, പെമ്പർ ശ്രീനിവാസൻ, CP ബാപ്പു, T ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി 5-നാണ് വലിയ കൊടിയേറ്റം. ഇതോടെ നാടിന്റെ വലിയ ഉത്സവങ്ങളിലൊന്നായ നേർച്ച ആരംഭിക്കും. 5-ന് രാവിലെ 11 മണിക്ക് BP അങ്ങാടി മാർക്കറ്റിൽ നിന്നുള്ള കഞ്ഞിക്കാരുടെ വരവോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അന്ന് വൈകിട്ട് 4 മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരൂർ DSP E ബാലകൃഷ്ണൻ വലിയ കൊടിയേറ്റം നടത്താനുള്ള കൊടി നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറും. 10 ആനകളുടെയും വാദ്യഘോഷങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഈ കൊടിയ ഘോഷയാത്രയായി ജാറത്തിലെത്തിച്ച് കൊടിയേറ്റും. ഇതോടെ തിരൂരിലെ വലിയ ആഘോഷങ്ങളിലൊന്ന് ആരംഭിക്കും. പിന്നീടുള്ള 2 ദിവസം ജാറത്തിലേക്ക് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പെട്ടിവരവുകൾ എത്തിത്തുടങ്ങും. 8-ന് പുലർച്ചെ വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവിന് ശേഷം ജാറത്തിന് മുന്നിൽ കമ്പം കത്തിക്കുന്നതോടെ നേർച്ചയ്ക്ക് സമാപനമാകും. നേർച്ചയുടെ ഭാഗമായി പോലീസും അഗ്നിരക്ഷാസേനയും മറ്റു വകുപ്പുകളും ചേർന്ന് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തിരൂർ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നിരുന്നു.